innal hamdulillahi rabbil alamin wa subhanallahil azim wa la hawla wa la quwwata illa billahil aliyyil azim nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina wa ashhadu an la ilaha illallah wahdahu la sharika lah wa ashhadu anna muhammadan abduhu wa rasuluh wa anna muhammadan abduhul mustafa wa nabiyyuhul mujtaba wa rasuluhul murtada wa annahu khatamul anbiya wa imamul atqiya wa khalilu rabbil alamin likulli da'wan nubuwwatin ba'dahu faghayyim wa hawa wa huwal mab'utsu ila ammatil jinni wa kaffatil wara. Allahumma shalli ala Muhammadin wa ala ali Muhammad kama shallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadithi kitabullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa. Wattaqullaha alladzi tasaaluna bihi wal arham innallaha kana 'alaikum raqiba. Ya ayyuhalladzina amanu taqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. വിചാരണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ചില ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് വിചാരണക്കെടുക്കുക നമ്മുടെ നമസ്കാരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു അടിമയുടെ കർമ്മങ്ങളിൽ നിന്നും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവനോട് വിചാരണ ചെയ്യുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിഷയം അത് നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒന്നല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി കൊണ്ട് വിചാരണ ചെയ്യുക നമസ്കാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫഇൻ സ്വലുഹത്, ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവൻ കൃത്യമായി അതിൽ രക്ഷപ്പെട്ടാൽ, അതിൽ അവൻ വിജയിച്ചാൽ, അതവൻ്റേത് ശരിയായാൽ, അഥവാ നമസ്കാരത്തിൻ്റെ വിഷയം കൃത്യമാണ്, അതിൽ ദുനിയാവിൽ കണിശത കാണിച്ച വ്യക്തിയാണ്, 5 വഖത്ത് നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമസ്കാരം കൃത്യമാക്കിയവർക്കാണ് പരലോകത്ത് വിജയം, അവർക്കാണ് പരലോകത്ത് രക്ഷ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വ ഇൻ ഫസദത്, ഇനി അത് കുഴപ്പത്തിലായാൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ തന്നെ ധാരാളം ന്യൂനതകളും വീഴ്ചകളും ഉണ്ട് എങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. നമസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് സമയബന്ധിതമായ ആരാധനയായിക്കൊണ്ടാണ്.
നമ്മളെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യേണ്ട ഒന്നല്ല നിസ്കാരം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ചില ആളുകളെ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവരോട് ചില ആളുകൾ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവേശിച്ചത്? സഖർ എന്ന് പറഞ്ഞാൽ ലാ തുബ്ഖി വലാ തദർ, അതിലേക്കൊരു സാധനത്തെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയാക്കുകയുമില്ല, വെറുതെ വിടുകയുമില്ല, തകർത്ത് തരിപ്പണമാക്കി കളയും. ആ സഖർ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ചില ആളുകൾ അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിലേക്ക് പ്രവേശിച്ചത്? അതിനവർ പറയുന്ന കാരണം ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദർശ രംഗത്ത് തൗഹീദ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ അമലുകളുടെ വിഷയത്തിൽ നിസ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലൈഹ, ആരെങ്കിലും ആ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ കാനത്ത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ ഇലാ യൗമിൽ ഖിയാമ, അതവന് പരലോകത്ത് ഒരു പ്രകാശമായും അവനുള്ള തെളിവായും രക്ഷപ്പെടാനുള്ള മാർഗമായും അവൻ്റെ മുന്നിൽ അത് വരുന്നതാണ്. വമൻ ലം യുഹാഫിൽ അലൈഹ, അത് ആര് കൃത്യമായി നിലനിർത്തിയില്ലയോ, ലം യകുൽ ലഹു നൂറുൻ വലാ ബുർഹാനുൻ വലാ നജാത്തുൻ, അവന് പരലോകത്ത് പ്രകാശമില്ല, അവന് പരലോകത്ത് തെളിവുകളില്ല, അവന് പരലോകത്ത് രക്ഷാമാർഗങ്ങളില്ല. വകാന യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, അവൻ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഫിർഔനിൻ്റെ കൂടെയും ഹാമാനിൻ്റെ കൂടെയും ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെ കൂടെയുമായിരിക്കും. അപ്പോൾ ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും കൂട്ടാളികളായിട്ടാണ് നിസ്കരിക്കാത്തവർ പരലോകത്ത് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എത്ര ഉന്നതനാണെങ്കിലും ശരി നിസ്കാരമില്ല എങ്കിൽ വട്ടപൂജ്യമാണ്. സുബ്ഹിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജോലിത്തിരക്കുകൾക്കിടയിലും നിസ്കാരം ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നിസ്കാരത്തിൻ്റെ വിഷയം ഗൗരവത്തിലെടുക്കുവാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, അവൻ എത്ര സ്ഥാനമാനമുള്ളവനാണെങ്കിലും ശരി, അവൻ എത്ര സമ്പന്നനാണെങ്കിലും ശരി, അവൻ എത്രയെത്ര ഉന്നതമായ പദവികൾ ദുനിയാവിലുള്ളവനാണെങ്കിലും ശരി, പരലോകത്ത് അവനൊന്നും ലഭിക്കാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വിഷയമാണ് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണണം. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന, പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന മറ്റൊരു വിഭാഗമാണ് ആത്മഹത്യ ചെയ്ത് ജീവിതം നശിപ്പിക്കുക എന്നുള്ളവർ. മരണം ആഗ്രഹിക്കുന്ന ആളുകൾ, മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കാൻ പാടില്ല. രോഗമാണ്, പ്രയാസമാണ്, റബ്ബേ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഖൈറിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു എൻ്റെ ജീവിതത്തിൽ ഖൈറായ തീരുമാനം, ഖൈറായ വിധി നീ എന്നിൽ നടപ്പിലാക്കണമേ. ഒരുപക്ഷെ നമുക്ക് ബാധിച്ച ആ ഒരു രോഗം മാത്രം കാരണത്താൽ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞേക്കാം. രോഗിയായി കിടന്ന് പിന്നീട് രോഗം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ദീനിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് മരണത്തെ കൊതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ പാടുള്ളതല്ല. ആത്മഹത്യ ചെയ്താൽ എല്ലാം തീരും എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമായി അതിനെ കാണുന്ന ആളുകൾ, വീട്ടിലൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ, സാമ്പത്തികമായൊരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്താൽ അതിന് എല്ലാത്തിനും പരിഹാരമായി എന്നാണ്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നു എങ്കിൽ ആത്മഹത്യ ഒരു പരിഹാരമാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. എന്നാൽ അതല്ലല്ലോ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്താൽ അത് പരിഹാരമാണോ? അയാൾ നഷ്ടപ്പെട്ടു, ഇനി അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കും? അയാളുടെ മക്കൾ എങ്ങനെ ജീവിക്കും? 3ഉം 4ഉം വയസ്സുള്ള മക്കൾക്ക് പോലും വിഷം നൽകി അവരെ ജീവൻ കൂടി എടുക്കുന്ന ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് നമ്മൾ എങ്ങനെ വിട പറഞ്ഞാലും, ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവരും.
അന്ന് അതിനുള്ള ശിക്ഷ അതികഠിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ യഖ്നുഖു നഫ്സഹു യഖ്നുഖുഹാ ഫിന്നാർ. ശരീരത്തെ ശ്വാസം മുട്ടിച്ച് ആത്മഹത്യ, അതുപോലെ തൂങ്ങി മരിക്കുന്ന മറ്റു രൂപത്തിൽ ആത്മഹത്യ ചെയ്ത് ഒരാൾ മരണപ്പെട്ടു പോയാൽ നരകത്തിലും അതേ ശിക്ഷ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ദുനിയാവിലെ ഏതെങ്കിലും ചെറിയ പരീക്ഷണങ്ങൾ താങ്ങാതെയാണ് ആത്മഹത്യ ചെയ്തത്, എന്നാൽ അവൻ എത്തിപ്പെടുന്നതോ പരലോകത്ത് കടുപ്പമേറിയ പരീക്ഷണങ്ങളിലാണ്. പരലോകത്ത് ശക്തമായ ശിക്ഷകളാണ് അവനെ കാത്തിരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ യത്ഉനുഹാ ഫിന്നാർ. ഒരാൾ കത്തി ഉപയോഗിച്ചോ ആയുധം ഉപയോഗിച്ചോ ശരീരത്തിലേക്ക് കുത്തി അങ്ങനെ ശരീരത്തെ വധിച്ചു കളഞ്ഞ ആൾ, അവൻ നരകത്തിൽ അതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും. ആ ശിക്ഷ അവനെ അള്ളാഹു നരകത്തിൽ ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖത്തല നഫ്സഹു ബിഹദീദത്തിൻ. ഒരാൾ തൻ്റെ ശരീരത്തെ ഒരു ഇരുമ്പിൻ്റെ ആയുധം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞാൽ, ജാഅ യൗമൽ ഖിയാമത്തി വഹദീദതുഹു ഫീ യദിഹി. അവൻ പരലോകത്ത് വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഈ ഇരുമ്പിൻ്റെ ആയുധമുണ്ടാകും. യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി. അവൻ തൻ്റെ വയറിലേക്ക് അതുകൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കും. ഫീ നാരി ജഹന്നം. അത് നരകത്തിൽ വെച്ചാണ് അവൻ ആ ശിക്ഷ നൽകുക. അതൊന്നും രണ്ടും ദിവസമാണോ? ഖാലിദൻ മുഖല്ലദൻ അബദ. എന്നെന്നും സ്ഥിരമായി നിത്യവാസിയായി, അഥവാ കാലാകാലം ആ ശിക്ഷ അവൻ ആസ്വദിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വമൻ ഖത്തല നഫ്സഹു ബിസുമ്മിൻ. ഒരാൾ വിഷം കഴിച്ച് സ്വന്തം ശരീരത്തെ വധിച്ചു കളഞ്ഞാൽ, ഫസമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദ. അവൻ നാളെ പരലോകത്ത് ഈ വിഷവുമായി വന്ന് നരകത്തിൽ നിത്യവാസിയായി കഴിയുന്നതോടൊപ്പം അവനെ ഈ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശക്തമായ ശിക്ഷകളാണ് ഇത്തരം ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നർത്ഥം. ആ നരക ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുകയില്ലല്ലോ. അവിടെ മരണമില്ലാത്ത ഒരു ലോകമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും മനുഷ്യന് സാധിക്കുകയില്ല. ഇന്ന് ലോകത്ത് ആത്മഹത്യകൾ അധികരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം വെച്ചാൽ കുട്ടികളിൽ പോലും ഇതിൻ്റെ നിരക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ലോകത്ത് ഓരോ വർഷവും 8 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും 2 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന അത്ഭുതപ്പെടുത്തുന്ന കണക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ്. ഒരാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യൂലല്ലോ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്നാൽ വഴിതെറ്റിയ ഉപയോഗം അതാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് ചെന്നെത്തിക്കുന്നത്. ഒരുപാട് ചതിക്കുഴികൾ അതിലൊളിച്ചിരിപ്പുണ്ട്. ഒരുപാട് ചൂതാട്ടത്തിൻ്റെ മേഖലകൾ അതിലൊളിഞ്ഞിരിക്കുന്നുണ്ട്. പരസ്യങ്ങൾ ഇങ്ങനെ വരികയാണ്, ദാ ഇന്നത് കളിച്ചാൽ നിങ്ങൾക്ക് പണക്കാരനാകാം. അത് കാണുമ്പോഴേക്ക് ആ പരസ്യത്തിലേക്ക് എടുത്തു ചാടുന്ന, ആ കളിയിലേക്ക് എടുത്തു ചാടുന്ന, പണം നേടാൻ വേണ്ടി എങ്ങനെയെങ്കിലും അതിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ ഇന്ന് ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹലാലാണോ ഹറാമാണോ, ഇത് എവിടേക്കാണ് എന്നെ കൊണ്ട് എത്തിക്കുക, അതൊന്നും നോട്ടല്ല. എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം, പണക്കാരനായി തീരണം എന്ന രൂപത്തിൽ അതിലേക്ക് എടുത്തു ചാടുന്നവർ, അത് അവസാനം ആ മനുഷ്യൻ്റെ അഭിമാനം തന്നെ നഷ്ടപ്പെടുത്തി വലിയ കടക്കണിയിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് ആത്മഹത്യയിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ അപരിചിതരുമായിട്ടുള്ള ബന്ധങ്ങൾ നേരിട്ട് കാണുമ്പോൾ പലപ്പോഴും സാധിക്കാത്തത് ഓൺലൈനുകളിലൂടെ സാധിക്കുമല്ലോ. ഇസ്ലാം ഹറാമാക്കിയത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇന്ന് ഓൺലൈനുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, അത്തരത്തിലുള്ള മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള താക്കീത് നമ്മൾ നൽകണം. രണ്ടാമത്, ആത്മഹത്യകൾ അധികരിച്ചു വരുന്ന ഒരു കാരണം പഠിക്കുമ്പോൾ ഡിപ്രഷനാണ്, വിഷാദ രോഗം. നിരാശ ബാധിച്ച് അവസാനം ജീവിതം അവസാനിപ്പിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അതിൻ്റെ കാരണം? ധാരാളം കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആളുകൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് നോക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, അതിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്കാണ് ആളുകൾ നോക്കുന്നത്. ഓ, എന്താ ഓൻ്റെ കാറ്, എന്താ ഓൻ്റെ വീട്, എന്താ ഓൻ്റെ സമ്പത്ത്. തനിക്ക് ലഭിച്ചതിൽ തൃപ്തിപ്പെടാതെ
മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ഒരു സ്വഭാവം, അത് നിരാശയിലേക്ക് എത്തിക്കും, അത് പിന്നീട് അസൂയയിലേക്ക് എത്തിക്കും, അതൊരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ നമ്മളെ എത്തിച്ചേക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അല്ലാഹു നൽകിയ കാര്യങ്ങൾ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹു നൽകാത്തതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തിരുവനന്തപുരം RCCയുടെ മുന്നിലൂടെ നടന്നു പോയാൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. 3 വയസ്സുള്ള കുട്ടികൾ അവിടെയുണ്ട്. വേദന കടിച്ചമർത്താൻ കഴിയാതെ പൊട്ടി കരയുന്ന രോഗികൾ അവിടെയുണ്ട്. ആളുകളുടെ മുന്നിൽ വേറെ വഴിയില്ലാതെ കൈകൾ നീട്ടേണ്ടി വരുന്ന ധാരാളക്കണക്കിന് രോഗികൾ അവിടെയുണ്ട്. നമുക്കിപ്പോഴും കിട്ടാത്ത ഒരു വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും ചെറിയ അസൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരാശയിലാണ്. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലാഹു നൽകിയതിലേക്ക് നോക്കാതെ നൽകാത്തത് എന്താണോ ലഭിക്കാത്തത് എന്താണോ അതിലേക്ക് മാത്രം അവൻ്റെ കണ്ണ് പോവുക എന്നുള്ളത്. കുന്നോളം അനുഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകൾ പോകുന്നത് മറ്റുള്ളവർക്ക് അല്ലാഹു നൽകിയതിലാണ്. കുടുംബത്തിൽ അമ്മായിയമ്മയുമായി പ്രശ്നമാണ്, അതുമാത്രമാണ് മനസ്സിൽ. എൻ്റെ ജീവിതം മാത്രമാണല്ലോ ഇങ്ങനെ. നല്ല ഭർത്താവിനെ ലഭിച്ചിട്ടുണ്ട്, നല്ല മക്കളെ ലഭിച്ചിട്ടുണ്ട്, നല്ല മാതാപിതാക്കൾ ലഭിച്ചിട്ടുണ്ട്, അതിലേക്കൊന്നും കണ്ണു പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. നമ്മളെക്കാൾ 2 നില ഉയരത്തിലുള്ള വീടായിരിക്കും അപ്പുറത്തെ അയൽവാസിയുടെ വീട്. നമ്മുടെ കണ്ണെപ്പോഴും അതിലേക്കാണ്. എനിക്കതുപോലത്തെ വീട് കിട്ടിയില്ലല്ലോ, അല്ലാഹു ഇന്നെ പരിഗണിക്കണില്ലല്ലോ, ഞാൻ നിസ്കരിച്ചിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നു, ഓനൊക്കെ നിസ്കരിക്കാതെ നടക്കണം, എന്നിട്ട് ഓനക്ക് അങ്ങനെ കൊടുക്കണ്ടല്ലോ. എന്നാൽ നമ്മുടെ പിന്നിലെ വീട് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടായിരിക്കും. ആ അവസ്ഥ നമുക്കുണ്ടാവില്ല. എന്നാലും നമ്മുടെ കണ്ണ് 2 നില ഉയരത്തിലുള്ള വീട്ടിലേക്കേ പോകും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കുവാൻ, അതിനെ നിങ്ങൾ കൊച്ചാക്കി കാണുവാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ചിരിച്ച് കളിച്ച് ഒരാൾ നടക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് പ്രശ്നമില്ല എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അയാൾക്കും പ്രശ്നങ്ങളുണ്ട്. അയാളുടെ പ്രശ്നങ്ങളെ അയാൾ പോസിറ്റീവായി കണ്ട് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ചിരിച്ച് കളിച്ച് അയാൾ നടക്കുകയാണ്. പ്രശ്നങ്ങളില്ലാത്തവരാരാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തുറന്നു പറയാൻ നമ്മുടെ റബ്ബില്ലേ? 5 നേര നമസ്കാരങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് തുറന്നു പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. 17 തവണ ഓരോ ദിവസവും 5 നേരം അല്ലാഹുവിൻ്റെ മുന്നിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞുകൂടെ? നാസയുടെ സൈറ്റിൽ കയറി പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിപ്തപ്പെടുത്താൻ ശാസ്ത്രത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ വലുപ്പം അത് ക്ലിപ്തപ്പെടുത്താൻ, അത് കൃത്യമായി പറയുവാൻ ഇന്നും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ഇത്രയും വിശാലമായ അനന്തമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിസ്സാരമായ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂല എന്നാണോ? അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് എന്നാണോ? എനിക്ക് തുറന്നു പറയാൻ ആളില്ല എന്നാണോ? എൻ്റെ പ്രശ്നങ്ങൾ ആരുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുമെന്നാണോ? പ്രിയമുള്ളവരെ, എല്ലാത്തിനും കഴിവുള്ള നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ? അവൻ പരിഹരിക്കൂലേ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ആത്മഹത്യ വൻ പാപമാണ്. അത് കബായിറുകളിൽ, വലിയ പാപങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത്. എന്നാൽ ആത്മഹത്യ ചെയ്തൊരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും സ്വഹാബത്തിനോട് നിസ്കരിക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ദീനീ വിഷയത്തിൽ നേതൃത്വം നൽകുന്ന അറിവുള്ള, അങ്ങനെ അറിയപ്പെട്ട ആളുകൾ അവർ അതിൽ നിന്നും വിട്ടു നിൽക്കണം. അതെന്തിനു വേണ്ടിയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഉസ്താദ് പോലും
അറിവുള്ള ഈ മനുഷ്യന്മാർ പോലും നിസ്കരിക്കാൻ പറ്റാത്ത, അതിന് യോഗ്യതയില്ലാത്തൊരു മയ്യത്താണ് ഈ മുന്നിൽ കിടക്കുന്നത്. അതിനുള്ള കാരണം അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത്രയും ഗൗരവമുള്ള പാപമാണ് എന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയാണ് അവർ വിട്ടു നിൽക്കേണ്ടത് എന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന 2 പാപങ്ങൾ, ഒന്ന് നിസ്കാരം ഉപേക്ഷിക്കലും, 2 ആത്മഹത്യയുമാണ്. അത്തരം പ്രവർത്തനം നിന്ന് നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ ദീൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ആത്മാർത്ഥമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദീങ്ങളായി നമ്മെ ജീവിപ്പിക്കുമാറാകട്ടെ. ഇസ്തിഖാമത്തോടുകൂടി അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുകയും കലിമത്തു തൗഹീദ് അവസാനമായി ഉച്ചരിച്ച് നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രാധാന്യമുള്ള, വളരെയധികം ഗൗരവമുള്ള ഒന്നാണ് ജുമഅ നിസ്കാരം എന്നുള്ളത്. ഇസ്ലാമിൽ മുസ്ലിമായ സ്വതന്ത്രനായ നാട്ടിൽ താമസിക്കുന്ന പ്രായപൂർത്തിയെത്തിയ എല്ലാ പുരുഷന്മാരുടെയും മേൽ നിർബന്ധമായ ഒന്നാണ് വെള്ളിയാഴ്ചയിലെ ജുമഅ നിസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അസ്സലാത്തുൽ ഖംസു, 5 നേര നിസ്കാരം, വൽ ജുമഅത്തു ഇലൽ ജുമഅത്തി, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള സമയം, കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, ഇതിനിടയിലുള്ള എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരമാണത്. അഥവാ ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ, ഒരു ജുമഅ നമ്മൾ പങ്കെടുത്ത് അടുത്ത ജുമഅക്ക് പങ്കെടുക്കുന്നതിനിടയിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. മാലം തുഗ്ശൽ കബാഇറു, വൻപാപങ്ങൾ അവനെ പൊതിഞ്ഞിട്ടില്ല എങ്കിൽ, അഥവാ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പണ്ട് കാലം മുതലേ ഈ ഒരു ഗൗരവം മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും അത് ആളുകൾ ഒരു നിസ്സാരമായി കാണുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു അലംഭാവം കാണിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുആത്ത്, ജുമുഅകൾ ആളുകൾ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് അവർ വിരമിക്കുക തന്നെ ചെയ്യട്ടെ. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സീല് വെക്കും. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് ഗാഫിലീങ്ങളിൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ജുമഅ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല എങ്കിലും ആ വിഷയത്തിൽ ചെറിയൊരു അലംഭാവം നമ്മുടെ പക്കൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. എപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ ജുമഅ നിസ്കാരത്തിന് വരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മലക്കുകൾ ഖത്വീബ് മിമ്പറിൽ കയറുന്നത് വരെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേര് എഴുതി വെക്കുമെന്നാണ്. പള്ളിയിലേക്ക് ആളുകൾ വരുന്നവരുടെ പേരുകൾ അവരതിൽ എഴുതി വെക്കും. ഖത്വീബ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ അവരത് പൂട്ടി വെക്കുകയും ഖത്വീബിൻ്റെ ഖുത്ബ ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ പിന്നെ വരുന്ന ആളുകളുടെ പേര് ആ പുസ്തകത്തിലില്ല. ആ പുസ്തകത്തിലില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന് ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം. നമ്മളെപ്പോഴാണ് ജുമുഅക്ക് വരാറുള്ളത്? ഞാൻ പറയുന്നത്, നമ്മളെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് മുതലാളി പറയുകയാണ്, നാളെ 8 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് വന്നിട്ടില്ല എങ്കിൽ ജോലി നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ശമ്പളം തരുമ്പോൾ ഇത്ര രൂപ കുറച്ചിട്ടേ ശമ്പളം തരും. അങ്ങനൊരു കാര്യം പറഞ്ഞാൽ 8 മണിയുടെ മുമ്പേ നമ്മളവിടെ എത്തൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജുമഅ നമുക്ക് നിർബന്ധമാക്കി. ആ ജുമഅ 2 റക്അത്ത് ലഭിച്ചാൽ നിസ്കാരം ലഭിച്ചു. അവൻ ആ നിസ്കാരം ലഭിച്ചിട്ട് കൂടുതൽ ഉൾപ്പെട്ടവനാണ്. എന്നാൽ അവൻ അതിൻ്റെ പ്രതിഫലം ഇല്ലാത്തവനെ പോലെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് വലുത് ദുനിയാവാണോ ദീനാണോ?
നമ്മൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ചെറിയ സാലറികളെക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് അള്ളാഹുവിൻ്റെ ജുമഅയെ ഇബാദത്തുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മുത്തക്കാസിലു അൻ ഹുദൂരി ഖുത്ബത്തിൽ ജുമഅത്തി ആസിമുൻ, ജുമഅയുടെ ഖുത്ബ അതിന് പങ്കെടുക്കുന്നതിൽ നിന്ന് മുത്തക്കാസിലാകുന്ന മടി കാണിക്കുന്ന ആളുകൾ അവർ കുറ്റക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ജുമഅ നിസ്കരിക്കുകയും കുറ്റം മേടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു പഞ്ചിങ് സിസ്റ്റം ഏർപ്പെടുത്തിയാൽ 8 മണിക്ക് പഞ്ച് ചെയ്യണം, 8:05 വന്ന ആൾക്ക് അതിനുശേഷം വന്നവർക്കെല്ലാം പകുതി സാലറിയെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും 8:05 8:10 പോയി പഞ്ച് ചെയ്യും. 8 മണിക്ക് കൃത്യമായി നമ്മൾ പഞ്ച് ചെയ്യൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ജുമഅയ്ക്ക് കൃത്യമായി വന്നാലേ കൃത്യമായ പ്രതിഫലം ലഭിക്കൂ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ, എന്നിട്ടും ആ വിഷയത്തിലൊരു ഗൗരവം നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ എത്രത്തോളം അലംഭാവം ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഖുത്ബക്ക് പങ്കെടുക്കാതെ ജുമഅയുടെ സമയത്ത് ആ നിസ്കാരത്തിൻ്റെ സമയത്ത് വന്ന് മനഃപൂർവ്വം അങ്ങനെ അയാൾ നിസ്കരിച്ചാൽ കുറ്റം ലഭിക്കുന്നവനുമാണ്, അയാൾക്കൊരു പ്രതിഫലവും അതിനില്ല എന്നാണ്. ഒരു പ്രതിഫലവും അയാൾക്കത് രേഖപ്പെടുത്തുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മളത് നോക്കിക്കാണണം. ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പാണ് നമ്മൾ പള്ളിയിൽ ഹാജരാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ ദീന് പഠിച്ച് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത 2 സഹോദരന്മാരുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു ശമനം നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. കത്തിജ്വലിക്കുന്ന നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين.